എന്ത് പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. വൈദ്യർക്ക് സുധി എന്ന് പറയുന്ന ഒരാളെ അറിയോ? കൊള്ളാം. നിങ്ങളുടെ ഈ മുഖത്ത് ഇപ്പൊ കണ്ട ഈ ഞെട്ടല് മതി. നിങ്ങൾക്ക് അയാൾ അറിയാന്ന് ഞങ്ങക്ക് മനസ്സിലായി. ഞെട്ടിയോ? ആരെ? ഞാനോ? എന്താ കുട്ടി പറയുന്നേ? ഹേറാടി വൈദ്യരെ, നിങ്ങളെ ഒരു ബുദ്ധിമാനായ കള്ളനാ. കാവി അണിഞ്ഞ പെരും കള്ളൻ. അങ്ങനെയൊന്നും പറയല്ലേ കുട്ടികളെ. ഞാനൊരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. ഇവിടെ നടന്ന എന്താണെന്ന് എനിക്കറിയേയില്ല. നേരത്തെ പറഞ്ഞ ആ സുധി എന്ന് പറഞ്ഞവനെ ഇവിടെ ഉണ്ടാക്കിയ ഭൂകമ്പമൊന്നും ചില്ലറയല്ല. എന്നെ ഇവിടെ ഉപദ്രവിച്ചു. ഞങ്ങളെ ഉപദ്രവിക്കുന്നത് കണ്ട് അത് തടയാൻ വന്ന ഈ ഗൗരിച്ചിയുടെ ഭർത്താവ് രാജീവേട്ടനെ അടിച്ച് പഞ്ചറാക്കി. ദാ മോളില് മുറിയിലുണ്ട്. സ്വാതിയെ അന്വേഷിച്ച അവൻ ഇവിടെ വന്നത്. വെല്ലിച്ചനും രാജീവേന്റെ അച്ഛനും കൂടെ അവന്റെ പേരിലെ കേസ് കൊടുക്കാൻ ദാ പോലീസ് സ്റ്റേഷനിലോട്ട് പോയതേ ഉള്ളൂ. പോലീസ് ഇപ്പൊ എത്തും. എന്തായാലും ഏറാടി വൈദ്യനും കൂടി ഈ സമയം ഇവിടെ ഉള്ളത് നല്ലതാ. പോലീസിന് സംശയങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാലോ. കുട്ടികളെ, നിങ്ങളെന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങൾ സ്വാതി മോളെന്ന് വിളിക്കൂ. ഒരു കാര്യം സംസാരിച്ചിട്ട് ഞാൻ വേഗം പോയിക്കോളാം. അതിന് സ്വാതി എടുത്ത് ഇവിടെ ഇല്ലല്ലോ. ഏട്ടന്റെ കൂടെ ഷൂട്ടിങ്ങിന് പോയിരിക്കുമല്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. കുറച്ച് ധൃതിയുണ്ട്. പിന്നൊരിക്കൽ വരാം. അയ്യോ പോവല്ലേ വൈദ്യരെ, പോലീസ് വന്നിട്ട് പോവാം. സ്വാതി മോള് വരുമ്പോ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. എന്നാ ഞാൻ പോട്ടെ. കണ്ടില്ല ഗൗരിച്ചി, അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ ഒരു കാര്യം ഉറപ്പാ നന്ദിനി. ഇന്ന് രാവിലെ ഇവിടെ കയറി വന്ന സുധിയും ഈ ഏറാടിയും സ്വാതിയും തമ്മിലെ എന്തോ ബന്ധമുണ്ട്. ഇന്നത്തോടെ അത് നമുക്ക് മുന്നിൽ തെളിയും. ഏട്ടാ ദാ എന്താ ഇത്? ഡെറ്റോള് കലക്കിയ വെള്ളം. എന്തിനാണോ ഇത്? കൈ കഴുകാൻ. അവൾ ഉമ്മ വെച്ചതല്ലേ, അത് കഴുകി കളയാനാ ഇത്. താൻ ആള് കൊള്ളാലോടോ. അതിനിടയ്ക്ക് തനിക്ക് കുശുമ്പ് കൂടിയോ? കുശുമ്പ് കൂടിയത് മാത്രല്ല, അവള് തൊട്ട് അശുദ്ധമാക്കിയ ശരീരം കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. വേണ്ടി വന്നാ ഈ ഡെറ്റോള് വെള്ളത്തിൽ കുളിപ്പിക്കും ഞാൻ. മിക്കവാറും ആ ഡയറക്ടർ സാറിനെ ചീത്ത വിളിച്ച് കൊല്ലും. അത്രയ്ക്ക് നല്ല അടിയാ അടിച്ചത്. ഏട്ടൻ എന്തിനാ അവളെ അടിച്ചത്? അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴെല്ലാം എന്റെ അമ്മ മരിച്ചു കിടക്കുന്ന ചിത്രം മാത്രമാ എന്റെ ഓർമ്മയിൽ വന്നത്. അതിനിടയ്ക്ക് അപ്രതീക്ഷിതമായി അവൾ എന്റെ കൈ കയറി പിടിച്ചപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. കിട്ടിയ തക്കത്തിന് അവളുടെ ഒരു ഉമ്മയും അലവലാതി. ഭേദഘടന വല്ലാതെ വയലന്റ് ആവുന്നുണ്ട്. ഡയറക്ടറുടെ അടുത്ത് പോയി കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്ന കണ്ടു. മിക്കവാറും ഏട്ടനെ ഇന്ന് തന്നെ പുറത്താക്കാനായിരിക്കും തീരുമാനം. തന്നെ ഡയറക്ടർ വിളിക്കുന്നു. എന്തിനാ ബോബിജയ? അതൊന്നും എനിക്കറിയില്ല. താൻ ചെന്ന് സംസാരിക്കും. ഒരു പെങ്കൊച്ചിന്റെ കർണം അടിച്ച് പൊളിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ തനിക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുന്നു? സ്വാതി, ഞാനൊന്ന് പോയിട്ട് വരാം. ഞാനും വരാം. അത് പറ്റില്ല സർ. എന്നെ അടിച്ച നീലിന്റെ കൂടെ ഞാൻ ഇനി അഭിനയിക്കണമെങ്കിൽ അയാൾ എന്നോട് മാപ്പ് പറയണം. അതിന് തന്നോട് ഞാൻ പറഞ്ഞോ അയാൾ ഉമ്മ വയ്ക്കാൻ? വൈദേഹിയുടെ ഉമ്മ വെക്കണ്ടെന്ന് സാർ പറഞ്ഞില്ലല്ലോ. എന്റെ സാറേ, സീനിൽ അവനോട് ഇവളെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും സാർ എത്ര തവണ പറഞ്ഞു? എന്നിട്ട് അയാൾ കേട്ടോ? ഒടുവിൽ സഹി കെട്ടപ്പോഴല്ലേ ഈ പെൺകൊച്ച് അങ്ങോട്ട് കയറി ഉമ്മ വെച്ചത്? അതിലൊരു കുഴപ്പമില്ലെന്നാ എന്റെ പക്ഷം. മാഡം പറഞ്ഞതാ ശരി. ഞാൻ എത്ര വട്ടം ഡയലോഗ് പറഞ്ഞു.
കല്ലുപോലെ നിന്നതല്ലാതെ നീല അനങ്ങിയില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഞാൻ അങ്ങ് കയറി കെട്ടിപ്പിടിച്ചു. അതിലൊരു തെറ്റുമില്ല സർ. ഇനി എല്ലാവരും കൂടെ ഇതിന്റെ പേരിൽ എന്നെ ഇൻസൾട്ട് ചെയ്യാനാണ് ഭാവമെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. പറഞ്ഞേക്കാം. ആ ദാ വരുന്നുണ്ട് ഹീറോ. ഡയറക്ടർ സാറേ, ദേ നിൽക്കുന്ന ആള്. ഇനി നിങ്ങൾ ചോദിക്കുകയോ പറയോ എന്തുവാണെങ്കിലും ആയിരിക്കും. ചോദിക്കാനും പറയാനും ഒന്നുമില്ല സാറേ. ഇയാളെന്നെ മനഃപൂർവ്വം അടിച്ചതാ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് മാപ്പ് പറയാതെ ഈ സിനിമയില് ഇനി ഞാൻ അഭിനയിക്കില്ല. തന്ന പണം എനിക്കിങ്ങ് തിരികെ തന്നാ മതി. അല്ലെങ്കിൽ ഇയാളെ ഇപ്പൊ പുറത്താക്കണം. എന്തു പറയുന്നു നീൽ? സർ, ഞാൻ താൻ ചെയ്തത് വലിയൊരു തെറ്റാ. അതിന് പരസ്യമായി മാപ്പ് പറയാതെ തന്നെ ഈ സിനിമയുമായി സഹകരിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. ഒരു പെൺകുട്ടിയെ പരസ്യമായി തല്ലുന്നത് ക്രിമിനൽ കുറ്റമാണ്. അതറിയില്ല തനിക്ക്? സർ, ഞാൻ ഇടയ്ക്കേറി പറയുന്നതിൽ ക്ഷമിക്കണം. സീനിലില്ലാത്ത കാര്യം ചെയ്യാൻ ഇവളോട് ആര് പറഞ്ഞു? അതുകൊണ്ടല്ലേ ഏട്ടൻ അടിച്ചത്. ചെയ്തത് തെറ്റായിപ്പോയി. പക്ഷെ ഇതിന് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? വിളിക്കാത്തടുത്ത് കയറി അഭിപ്രായം പറയാൻ ഇത് നിന്റെ വീടല്ല. വീടായാലും നാടായാലും അഭിപ്രായം പറയാൻ ആരുടെ അനുവാദം ആവശ്യമില്ല. പ്രത്യേകിച്ച് എന്റെ ഭർത്താവിനെ സംബന്ധിക്കുന്ന കാര്യമാവുമ്പോ എനിക്ക് അഭിപ്രായം പറയണം. സ്റ്റോപ്പ്! നിങ്ങളുടെ വഴക്കം നിർത്തുന്നുണ്ടോ? അതിനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സർ, ഞാൻ പറയുന്ന സാറൊന്ന് കേൾക്കണം. എനിക്കതൊന്നും കേൾക്കണ്ട. താൻ മാപ്പ് പറയുന്നോ ഇല്ലയോ എനിക്കത് അറിഞ്ഞാൽ മതി. ഇല്ല സർ, ഇവളെ അടിച്ചത് തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഞാൻ മാപ്പ് പറയുന്ന പ്രശ്നമില്ല. കണ്ടില്ലേ സാർ, അഹങ്കാരം. ഇതുവരെ ഭാര്യയും ഭർത്താവും കൂടി എന്നോട് മനഃപൂർവ്വം ഇങ്ങനെ പെരുമാറിയതാ. നീലിവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ശിക്ഷിക്കുമെന്ന് ഇവള് നേരത്തെ എന്നോട് പറഞ്ഞതാ. താൻ മാപ്പ് പറയുന്നോ അതോ ഞാൻ പാക്കപ്പ് പറയണോ? ഇല്ല സർ, ഞാൻ മാപ്പ് പറയില്ല. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പേരില് ഞാൻ വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കും. അതോടെ ഈ സിനിമ തന്നെ അങ്ങ് നിൽക്കും. ബോബിച്ചായ, ഇനി ഇയാള് മാപ്പ് പറഞ്ഞിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയാൽ മതി. പാക്കപ്പ്. എന്റെ ഈശോയെ, പാക്കപ്പോ? ആ, ആദ്യം ഇതിനൊരു തീരുമാനമാവട്ടെ, എന്നിട്ട് മതി ഷൂട്ടിങ്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ? ഡയറക്ടർ സാറേ, ആ ഒന്ന് നിക്കേ, ഞാനൊന്ന് പറയട്ടെ. മിസ്റ്റർ നീൽ, നിങ്ങളെപ്പോലെ ഒരാളിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. മാഡം, സ്വാതി, പോവാം. ഇനി എന്റെ ഏട്ടന്റെ ദേഹത്ത് തൊട്ടാ എന്റെ കൈ ഞാൻ തല്ലി ഒടിക്കും. എടീ, അയാളുടെ സിനിമയിലെ ജീവിതം ഇതോടെ തീർന്നു. ഇനി ഒരു സിനിമയിലും അയാൾ അഭിനയിക്കില്ല. ഇത് വേദയാ പറയുന്നത്. ഇനി പഴയതുപോലെ ബിസിനസ്സില് അച്ഛനെ സഹായിച്ചങ്ങ് കഴിഞ്ഞുകൂടാ. അതിനൊരു അന്തസ്സുണ്ടടി. എന്നാലും നിന്റെ മുമ്പിൽ ഏട്ടൻ മാപ്പ് പറയില്ല. പിന്നെ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നത്, അത് നിന്റെ കൂടെ നായകനായി അഭിനയിക്കുന്നതിനേക്കാൾ അന്തസ്സുണ്ട്. കേട്ടോടി. നിക്കടി. നീലിനോട് ഞാൻ ക്ഷമിച്ചാലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. ഇത് ഞാൻ മനഃപൂർവ്വം ഏറ്റുവാങ്ങിയ അടികളാ.
അതെന്തിനാണെന്ന് ഇനി നിനക്ക് മനസ്സിലാവും. എടി, നിന്നെ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ എന്റെ ഭർത്താവിന്റെ ജീവിതം സംരക്ഷിക്കാനും എനിക്കറിയാം. നിന്റെ മുമ്പിൽ ഈ സ്വാതി തോൽക്കില്ല. എന്താ ഇത്? ഏട്ടാ, അയ്യോ, പതുക്കെ. ഏട്ടാ, ഒന്ന് പതുക്കെ പോ. ഏട്ടാ, ഏട്ടാ, ഒന്ന് പതുക്കെ ഓടിക്ക. ഏട്ടാ, വണ്ടി വരുന്നു. ഏട്ടൻ എന്തായി കാണിക്കുന്നേ? ഇങ്ങനെ വണ്ടി ഓടിച്ച് വല്ല അപകടവും പറ്റിയാലോ? എനിക്ക് അവളോടുള്ള ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. മാപ്പ് പറയണം പോലും. ഇനിയൊരു അവസരം കിട്ടിയ ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ അവൾക്ക് കൊടുക്കും. എന്റെ ദൈവമേ, എന്തൊരു ദേഷ്യം ഇത്! എനിക്ക് തന്നെ പേടിയാവുന്നു. ഇങ്ങനെ അവളെ എന്റെ മുന്നിൽ കയ്യെത്തും ദൂരത്ത് ഇതുപോലെ ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളെന്റെ നായികയാൻ വന്നിരിക്കുന്നു. ഇഡിയറ്റ്. അതെ, ഇനിയെങ്കിലും സമാധാനപ്പെട്. പോകുന്ന വഴിക്ക് നമുക്ക് തണുത്ത എന്തെങ്കിലും കഴിക്കാം. അപ്പൊ ഈ ചൂടൊക്കെ മാറും. ഒരു പെണ്ണിനെ ഇതുപോലെ പരസ്യമായി തല്ലുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പരസ്യമായിട്ടല്ല, സ്വകാര്യമായിട്ടായാലും അത് ശരിയല്ല. വേദ എങ്ങാനും പോലീസ് കേസ് കൊടുത്താലേ ഏട്ടന് ജയിലിൽ പോവേണ്ടി വരും. ജാമ്യം പോലും കിട്ടാത്ത നിയമങ്ങളാ ഇപ്പോ. അവളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് ഒരു മടിയുമില്ല. അയ്യോ, അങ്ങനെയൊന്നും ചതിച്ചേക്കല്ലേ. എനിക്ക് ആകെയുള്ള ആശ്രയം എന്റെ ഏട്ടനാ. ഏട്ടൻ ജയിലിൽ പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? സ്വാതി, എന്തായാലും ഏട്ടൻ അവൾക്ക് കൊടുത്ത അടി നല്ല ഓക്കിരൻ അടിയായിരുന്നു. അവളുടെ കണ്ണി കൂടെ പൊന്നീച്ച പറന്നു കാണും. അവൾക്കത് വേണം. ഓണത്തിന്റെ കൈനീട്ടവും പെരുന്നാളിന്റെ കൈനീട്ടവും അവൾക്ക് ഇന്നൊറ്റ ദിവസം കൊണ്ട് കിട്ടി. അല്ല, താൻ എന്താ ഉദ്ദേശിച്ചത്? എടോ, എന്താടോ താനിങ്ങനെ ചിരിക്കുന്നേ? ഏട്ടാ, അവളുടെ കരണത്തെ ഇന്ന് കൈനീട്ടം പൊട്ടിച്ചത് ഞാനാ. താൻ അവളെ തല്ലിയോ? അതേതായാലും പൊളിച്ചു. എന്തൊരടിയാണോ താൻ അവളെ അടിച്ചത്? ഉള്ളം കൈയുണ്ടും പുറം കൈയുണ്ടും. കേട്ടിട്ട് തന്നെ എനിക്ക് കൊതിയാവുന്നു. എന്നിട്ട് താൻ അവളെ തല്ലിയത് ആരും കണ്ടില്ലേ? ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദേ, ഇപ്പഴാ എനിക്കൊരു സമാധാനമായത്. എന്തിന്? അവൾക്കൊരു 2 എണ്ണം കൂടി കൊടുക്കണമെന്ന് ഞാനും മനസ്സിൽ വിചാരിച്ചതാ. പിന്നെ ചുമ്മാതെയാണ് അവൾ ഇന്ന് പൊട്ടിത്തെറിച്ചത് മുഴുവൻ. എന്നിട്ടും കളി. എന്നാലും നീ ഇത് എന്നോട് പോലെ രഹസ്യം വെച്ചല്ലേ? നിനക്കിത് എന്നോടെങ്കിലും പറയാറുന്നില്ലേ? ആ ഷോട്ട് കഴിഞ്ഞ് വരുമ്പോ പറയാന്ന് കരുതിയതാ. അതിനിടയ്ക്കല്ലേ അവിടെ അടി പൊട്ടിയത്. ഇന്ന് അവളുടെ ദിവസമായിരുന്നു. കൊള്ളാം, എനിക്കത് മതി. ഇനിയിപ്പോ ജയിലിൽ കിടക്കണമെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ പോയി കിടക്കാടോ? അയ്യടാ, ഞാനില്ല. എന്തായാലും നമുക്കിതൊന്ന് ആഘോഷിക്കണം. വീട്ടിലോട്ട് ചെല്ലട്ടെ. ഒന്നും പറയണ്ട മോളെ. ഏതോ ഒരുത്തൻ നമ്മുടെ വീട്ടിൽ കയറി വന്ന് ബഹളം ഉണ്ടാക്കി ആ രാജീവിന്റെ മോഹമൊക്കെ ഇടിച്ച് പഞ്ചറാക്കി വെച്ചിരിക്കുക. ആ തെമ്മാടി മോളുടെ പേരും പറഞ്ഞ ഈ തോന്നിയാസം മുഴുവൻ കാണിച്ചേ.
എടോ തനിക്കിത് എന്തു പറ്റി? ഒന്നുമില്ല, നമുക്ക് പോവാം. നമുക്ക് പോകുന്ന വഴിക്ക് തണുത്ത എന്തെങ്കിലും കഴിക്കാം. കേറ്. ആന്റി, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. ഷോ, പാവ രാജീവേട്ടൻ തല്ലുകൊണ്ട് നിലവിളിച്ചത് ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുക. എല്ലാത്തിനും അവർ ഒറ്റൊരുത്തിയ കാരണം. ഇന്ന് അവളിങ്ങോട്ട് വരട്ടെ. ഈ ഭാനുമതി ആരാണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കാം. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാ ഗൗരീച്ചി പറഞ്ഞത്. ഇപ്പെങ്ങ എത്തും. എന്തായാലും ആന്റി തയ്യാറായി നിന്നു. വാ. നിക്കടിയോടെ. എന്ത് ദ്രോഹമാടി ഞാനും എന്റെ മോനെ നിന്നോട് ചെയ്തത്. നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി ഇതൊക്കെ ചെയ്യാൻ? അമ്മായി എന്തൊക്കെയാ ഈ പറയുന്നേ? സ്വാതി എന്ത് തെറ്റ് ചെയ്തെന്ന് അമ്മായി പറഞ്ഞു വരുന്നത്? ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ ഇവളുടെ പേരും പറഞ്ഞ് ഒരുത്തൻ ഇവിടെ കയറി വന്ന് ദാ നന്ദിനിയുടെ ഗൗരിയുടെ ദേഹത്ത് കൈവച്ചത്? അത് കണ്ടിട്ട് ഇവരെ രക്ഷിക്കാൻ വന്ന എന്റെ മോനെ ആ തെമ്മാടി അടിച്ച് ചമ്മന്തിയാക്കി. അമ്മായി രാജീവിനെ അടിച്ചെന്നോ? ആരാ ചെയ്തേ? ഒരു തെമ്മാടി. സുധീന്ന് അവൻ പേര് പറഞ്ഞേ. സ്വാതി അടുത്തോട് ചോദിച്ചു നോക്ക്, ഇവർക്കറിയാം അവൻ ആരാന്ന്. എന്നെയും ഗൗരിയേച്ചി ശരിക്കും ഉപദ്രവിച്ചു. മാനം തിരിച്ചു കിട്ടിയതിന്റെ ഭാഗ്യം. സ്വാതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? എനിക്കറിയില്ല ഏട്ടാ. സ്വാതി, ഈ വീട്ടിൽ കയറി വന്ന് ഇവിടെ ഉള്ളവരെ കൈവയ്ക്കാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാ? എനിക്കെങ്ങനെ അറിയും? മിണ്ടരുത് നീ. നീ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണം. എന്റെ മോനെ ഒന്ന് വന്ന് കാണടി നീ. അമ്മായി, ഞാനൊന്ന് പറയട്ടെ. അത് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവണം. നീ കൂടുതലൊന്നും പറയണ്ട. നീ അറിയാതെ ഒന്നും ഇവിടെ നടക്കത്തില്ല. നിന്നെ അന്വേഷിച്ച് വന്ന ഒരു തെമ്മാടിയാ എന്റെ മോനെ ഈ നിലയിലാക്കിയത്. നീ ഇങ്ങോട്ട് വന്നേ. എന്റെ മോൻ എങ്ങനെ കിടക്കുന്നു നീ ഒന്ന് കാണടി. വാടി. വിട. നീ വന്ന് കാണി. വെടിക്കെട്ടിന് തീ പിടിച്ചു കഴിഞ്ഞു. ഇനി മുകളിൽ അതങ്ങ് പൊട്ടിത്തെറിച്ചോളും. ഈശ്വരാ, മിന്നിച്ചേക്കണേ. എന്റെ കൊച്ചിനെ കണ്ടോ? എന്റെ കൊച്ചി കിടക്കുന്ന കിടപ്പ് കണ്ടോ? നീ കാരണം എന്റെ കുഞ്ഞിന് ഇത് സംഭവിച്ചത്. നിന്റെ പേര് പറഞ്ഞ ഒരുത്തരോടെ കയറി വന്നിട്ടാ എന്റെ കുഞ്ഞിനോട് ഈ ദുഷ്ടത്തരം കാണിച്ചത്. ഇനി നിനക്ക് എന്ത് സമാധാനം പറയാനുള്ളത്? ഇതിന് നീ ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ. ഇല്ലെങ്കിൽ പറ, ആ സുധീന്ന് പറഞ്ഞവൻ നിന്റെ ആരാ? അവൻ എന്തിനാണ് നിന്റെ പേരും പറഞ്ഞ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? രാജീവൻ ഇങ്ങനെ സംഭവിച്ചതിൽ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഗൗരിയെ നന്ദിനി അവൻ ഉപദ്രവിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഓടിച്ചെന്നത്. സ്വാതിയച്ചയുടെ എന്തോ വൈരാഗ്യമുള്ളത് പോലെയാ അവന്റെ സംസാരം പ്രവൃത്തിയല്ല. രാജീവ്, ഈ വീട്ടിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉണ്ടായില്ലേ? നോക്കിക്കേ, എന്റെ കൊച്ചിന്റെ കിടപ്പ് കണ്ടോ? അവന്റെ മുഖം കണ്ടോ? അയ്യോ, എന്തൊരു പൂ പോലെ ഇരുന്ന കൊച്ചായിരുന്നു. അവരെ ഈ പരുവത്തിലാക്കിയില്ലേ? ഇല്ലേ? അയ്യോ,
ഒന്ന് നോക്കിയടാ, ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? കണ്ടിട്ട് നെഞ്ചു പൊടിയാ. ഇടികൊള്ളാത്ത ഒരു സ്ഥലം പോലും ഈ ശരീരത്തിലില്ല. അത്രയ്ക്കും അവൻ എന്നെ ഇടിച്ചു. രാജീവെ അനുഭവിക്കുന്ന വേദന വളരെ വലുതാണെന്ന് എനിക്കറിയാം. എന്റെ പേരും പറഞ്ഞ ഒരാള് വന്ന് രാജീവിനെ തല്ലിയതിന്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും എന്നോട് ശത്രുത ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് എന്നോടല്ലേ? പക്ഷെ സംഭവിച്ചു പോയി. അതിന് ഞാൻ രാജീവിനോട് ക്ഷമ ചോദിക്കുന്നു. ഇനി എന്തിനാ നിന്റെ ക്ഷമ? നീ ഇങ്ങനെ ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം? എന്റെ മോന് കൊണ്ടുപോയിട്ട് ദണ്ണം മാറുവോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണോന്ന് അമ്മായി പറയുന്നേ? സത്യം പറ, ആരാ അവൻ?